ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വ്ളോഗാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ ഇന്നത്തെ ആഘോഷ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വലുതായിട്ടൊന്നുമില്ല, ഒരു സദ്യ, ഒരു കേക്ക് മുറിക്കൽ, അത്രേ ഉള്ളൂ. രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി അച്ഛൻ്റെ പേരിൽ വഴിപാട് കഴിപ്പിച്ചു, പായസം കഴിപ്പിച്ചു. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉള്ള അച്ഛനും അമ്മയും എല്ലാവരും ജോലിക്ക് പോയി. ഇനി സദ്യയൊക്കെ അവർ വന്നിട്ട് വേണം വെക്കാൻ. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊരു ചായ ആദ്യം ഇട്ട് കുടിക്കട്ടെ. അച്ഛൻ്റെ പേരിൽ കഴിപ്പിച്ച പായസമാണ്. കേക്ക് വാങ്ങാനായിട്ട് പോകാൻ നിൽക്കുക, പക്ഷേ നല്ല മഴയാണ്. അങ്ങനെ കേക്ക് വാങ്ങിക്കാൻ പോകാൻ നേഹ വന്നു. ഞങ്ങൾ എന്നാൽ പോയിട്ട് വരട്ടെ. ഒരു 10 കടയിൽ കയറി ഏറ്റവും ലാസ്റ്റ് ഒരു കട ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. കേക്ക് വാങ്ങിക്കാൻ ഒരു 10 കടയിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കടയാണ്. അതും വണ്ടി ഓടിച്ച് ഞാൻ കണ്ടുപിടിച്ചു. കുറേയിൽ വായി നോക്കി അങ്ങ് ഇരിക്കുക. സുഷി കട നൈസാട്ടോ, എല്ലാം ഉണ്ട്. ഇതെന്താ അറബിക് ബേക്ക് മാർട്ട്. ഈ കടയിൽ നമ്മൾ വാങ്ങിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും സദ്യക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഈയായം വന്നു. ഇന്ന് സദ്യ വെച്ചത്, ഒരു കേക്ക് വാങ്ങാൻ നമ്മൾ പെട്ട പാട്. നേഹയുടെ 100 രൂപയുടെ പെട്രോൾ എന്തായാലും ഞാൻ തീർത്തിട്ടുണ്ട്. നമുക്കിനി പായസം വെക്കാം. ആ എടി ഇവിടെ കാണാം, നോക്ക് കണ്ണാടി നോക്ക്. ആക്ച്വലി ഇത്രയും വ്യത്യാസമുണ്ട്. അയ്യോ നോക്കിക്കേ, നിൻ്റെ അടുത്ത് ഞാനൊരു ശിശു. നമ്മൾ ജിമ്മ് കണ്ടുപിടിച്ചു ഗൈസ്. ഞങ്ങളിനി ചിലപ്പോൾ ഞങ്ങൾ ഈ ആഴ്ച തന്നെ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ 1-ാം തീയതി പോകും. യാ, പായസം റെഡിയായി. വെക്കുന്നത് നേഹ. പക്ഷെ ഇത്ര നേരം വെച്ചോണ്ടിരുന്ന ഞാനില്ലേ അമ്മ? കണ്ടോ, വേർത്തടി വേർപ്പ് കുറച്ചോളാം. ഞങ്ങള് 3 പേരും കൂടെ ഞാൻ അച്ഛനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ എന്താടി വിളിച്ചേ? ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വിളിക്കും, അന്നേരമേ വരാവൂ, സദ്യയൊക്കെ ആയിട്ട് ഞാൻ വിളിക്കും, എന്നിട്ടേ വരാവെന്ന്. അത്ര അങ്ങനെ വിളിച്ച പോലെ. അപ്പൊ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ആ ഓക്കെ. അപ്പൊ എന്തൊക്കെയോ ഉണ്ടല്ലേ. പാലട ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ഞാനാണ് ഉണ്ടാക്കിയത്. എന്നാണ് വെപ്പ്, പക്ഷെ ഞാനാണ് ഇത് ഉണ്ടാക്കിയത്. റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇനി പപ്പടം ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചാലോ? അമ്മേ, പപ്പടം ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ. ശ്രീ ഗണേഷ് പപ്പടത്തിലാണ് പപ്പടകം. ഞാൻ എന്തുവാ പറഞ്ഞേ? സദ്യ വെച്ചിട്ട് വിളിക്കുക, എന്നിട്ടേ വരാമെന്നല്ലേ. ഇതാട്ടോ അച്ഛന് വാങ്ങിച്ച കേക്ക്. അങ്ങനെ അച്ഛന് അമ്മ ഒരു ഷർട്ടൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുത്തു. അതിടാൻ വേണ്ടി കയറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് അച്ഛൻ ആ കതക് തുറന്നു വന്നത്. അങ്ങനെ കേക്ക് മുറിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പാറുവിനെ വീഡിയോ കോളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കിട്ടി. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. കൊടുത്ത പൈസയ്ക്ക് നല്ലൊരു കേക്ക് തന്നെ കിട്ടി. അങ്ങനെ സദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങി. അച്ഛന് തന്നെ ആദ്യം കൊടുത്തു. സദ്യ എന്ന് പറയുമ്പോൾ വലിയ കൂട്ടാനൊന്നുമില്ല. ഒരു തോരൻ, അവിയൽ, പച്ചടി, പിന്നെ സാമ്പാർ, മോരുകറി, പാലട പായസം, അങ്ങനെ നല്ലൊരു സദ്യയും കഴിച്ചു. അച്ഛൻ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. അമ്മയ്ക്കൊക്കെ കേക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അങ്ങനെ ഇന്നത്തെ ഈ വർഷത്തെ പിറന്നാൾ സദ്യ കഴിഞ്ഞു. എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ തുടങ്ങി. സദ്യയൊക്കെ കഴിച്ചിട്ട് വരാമേ. ഞങ്ങൾ കഴിച്ചിട്ട് വേണം അമ്മയ്ക്കും. നാളുകൾക്ക് ശേഷം ഭയങ്കര മര്യാദയിലൊക്കെ കഴിക്കുന്നു. നാളുകൾക്ക് ശേഷം ഇവിടുത്തെ സദ്യ കഴിച്ചപ്പോൾ എന്താണ് പറയാനുള്ളത്?
ആന്റി ഉണ്ടാക്കിയോണ്ട് നല്ലായിരുന്നു ആന്റി. എല്ലാം എന്തായാലും നീ അടുക്കള കയറുന്നത് നന്നായി. ഞാൻ അടുക്കള കയറിയ ഇയായ സൂപ്പർ അല്ലേ ഇയായെ? ആ എന്നെ ഇയായി മാത്രം സപ്പോർട്ട് ചെയ്യും. അതെ ആ എടി ഞാൻ ഉണ്ടാക്കുന്നത് നീ കഴിച്ചിട്ടില്ലാത്തോണ്ടാ. നിങ്ങളൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പിറന്നാൾ സദ്യ ശുഭം. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.